ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോയി കേട്ടോ. ഈ വീഡിയോ ഇടാനായിട്ട് എനിക്ക് പ്ലാനില്ലായിരുന്നു. പക്ഷെ ഇന്നൊരു കല്യാണത്തിന് പോയപ്പോൾ ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞിട്ട് ഈ കുറി തൊടിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഹിന്ദു കല്യാണമാണ് കേട്ടോ. അപ്പോൾ കുറി തൊട്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെങ്കൊച്ച് പ്രസാദം എടുത്തിട്ട് തൊട്ട് കൊടുക്കുന്നത്, ചെറുക്കന് തൊട്ട് കൊടുക്കാനായിട്ട് ശാന്തി പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ ഈ വിരൽ കൊണ്ട് തൊട്ട് ഇങ്ങനെ അണിയിച്ചു കൊടുത്തു. ഓ ആ കുട്ടിക്ക് അറിയത്തില്ലല്ലോ. ഞാനങ്ങ് കയറി ചെന്ന് പറയാമെന്നൊക്കെ ഓർത്തു. പിന്നെ എന്തൊരു ഡിസ്റ്റർബൻസ് ആക്കണ്ടെന്ന് ഓർത്തിട്ട് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ പയ്യൻ പ്രസാദം എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തോ ആ കുട്ടിക്ക് അതെല്ലാം അറിയാവുന്നുള്ളൂ. പക്ഷെ ആ കുട്ടി ചെയ്തത്, ആ പയ്യൻ ചെറുക്കൻ ചെയ്തത് ഈ നടുവിരലെടുത്തിട്ട് പെണ്ണിനും തൊട്ട് കൊടുത്തു. സന്തോഷമായി. അപ്പം ഞാൻ വിചാരിച്ചു, ഇതൊക്കെ എല്ലാവർക്കും ഏത് വിരലുകൊണ്ടാണ് ചന്ദനം അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദം നെറ്റിയിൽ അണിയിക്കേണ്ടതെന്ന് എല്ലാവർക്കും, അല്ലെങ്കിലും കുറേ പേർക്കൊക്കെ അറിയാം എന്ന് എനിക്കറിയാം. എങ്കിലും അത് അറിയാത്തവരുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിസ്സാരമാണെങ്കിലും പ്രധാനമുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തു. മനസ്സിലായി? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെറ്റിയിൽ അമ്പലത്തിൽ നിന്നോ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും ചന്ദനോ ഭസ്മോ ഒക്കെ തൊടുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഈ മോതിര വിരൽ വേണം ഉപയോഗിക്കാൻ. മോതിര വിരൽ ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് തൊടുക. അതിന് കാരണമുണ്ട്. കാരണം ഈ വിരൽ എന്ന് പറയുന്നത് ഹാർട്ടുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള വിരലാണ്. ഡിവൈൻ ആണ്. ഇതിലെ സ്നേഹ വെയിൻ, ലവ് വെയിൻ കിടക്കുന്നത്. അതായത് ഇതിൽ നിന്ന് ഡയറക്റ്റ് ഹാർട്ടിലേക്കാണ്. അപ്പോൾ ആ പ്രസാദം നമ്മുടെ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ഡിവൈൻ സ്പിരിറ്റ് എത്തിച്ചേരുമെന്ന് നമ്മളൊരു വിശ്വാസമുണ്ട്. അല്ല ചുമ്മാ പറയുന്നു. ഈ പഴമക്കാർ പറയുന്നതിലൊക്കെ കാര്യമുണ്ടേ. നമുക്കിപ്പോൾ പിന്നെ ഇപ്പോൾ ഇതുകൊണ്ട് തൊട്ടാൽ പോരെ എന്ന് പറയാം. പക്ഷേ എനിക്കെന്തോ ഞാനൊക്കെ പണ്ട് തൊട്ടേ അച്ഛൻ്റെയൊക്കെ ചെയ്ത ശീലം കൊണ്ടായിരിക്കും ഇങ്ങനെ എപ്പോഴും നമ്മളത് മനസ്സിൽ അറിയാതെ തന്നെ ആ വിരലിലേക്ക് വരുള്ളൂ. പക്ഷെ ഇന്ന് കല്യാണത്തിന് പിള്ളേരാ, ചെറുക്കനും പെണ്ണും ചെയ്ത കാര്യമാണ്. അപ്പോൾ എപ്പോഴും ചന്ദനം പ്രസാദവും നെറ്റിയിൽ അണിയുമ്പോൾ മോതിര വിരൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇത് മാറിപ്പോകരുത് കേട്ടോ, ഈ വിരലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇത് അറിയാമയത്തരുണ്ടാകും. നോക്കുമ്പോൾ സിമ്പിളാണെങ്കിലും ഇത് അറിയാത്തവരുണ്ട് എന്ന് ഉറപ്പിച്ച ദിവസമാണ് ഇന്ന്. ഓക്കെ, ശരി.